സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. SCFWA, AIBDPA, AIPRPA, AILRSA, DRPU, CGPA, KSSPU എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യ സദസ്സ് നടന്നത്. 8ാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ കേന്ദ്ര പെൻഷൻകാർക്കും ബാധകമാക്കുക, പാർലമെന്റിൽ പാസാക്കിയ CCS പെൻഷൻ റൂൾ ഭേദഗതി ബിൽ പിൻവലിക്കുക, പെൻഷൻ അവകാശമാക്കാനുള്ള നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഡൽഹി പാർലമെന്റ് മാർച്ചിന് ഐക്യദാർഢ്യവുമായി ഷൊർണൂറിൽ FCPA കൂട്ടായ്മ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചത്. FCPA സംസ്ഥാന കൺവീനർ TN വെങ്കിടേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. അതിന് 37 സംഘടനകൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ 19 സംഘടനകൾ എന്ന് പറയുന്നത് ഇപ്പോൾ സുപ്രീം കോടതി നമ്മളൊരു കേസ് കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത ആഴ്ച അതിന്റെ അഫിഡവിറ്റ് ഒക്കെ തയ്യാറായി അടുത്ത ആഴ്ച സുപ്രീം കോടതിയുടെ നേരിട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ്. ആ എല്ലാ സംഘടനകൾക്കും അതിൽ അഫിഡവിറ്റ് വെച്ച് പങ്കുചേരാൻ കഴിയാത്ത ചില സാങ്കേതിക പ്രശ്നമുണ്ട്, ലീഗൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 19 സംഘടനകൾ മാത്രം ചേർത്ത്. പിന്നെ കേരളത്തിലാണെങ്കിൽ അഖിലേന്ത്യാ രീതിയിലും മറ്റു പ്രദേശങ്ങളിലുമുള്ള പല സംഘടനകളും ഘടകങ്ങൾ കേരളത്തിലില്ല. അങ്ങനെ കേരളത്തിലുള്ള സംഘടനകളാണ് നമ്മൾ 19 പേരെ ഒന്നിച്ചു ചേർത്തിട്ടാണ് ഇവിടെ നമ്മൾ ഇത് ചേർത്തത്. അപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പെൻഷൻകാർ മാത്രമാണ് ഇത് അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് എല്ലാ വിഭാഗം പെൻഷൻകാർക്കും സർവീസ് പെൻഷൻകാർക്ക് ഈ സർവീസ് പെൻഷൻകാരെ എല്ലാം ദോഷമായിട്ട് ബാധിക്കുന്ന ഒന്നാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻസ് എന്നായിട്ട് മാറ്റം വരുത്തിയത്. ഇങ്ങനൊരു വലിയ സംഘടന രൂപം കൊണ്ടത് നമ്മുടെ ഇപ്പൊ പെട്ടെന്നുണ്ടായ നമുക്കെതിരായിട്ടുള്ള എതിർപ്പ് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. SCFWA ഷൊർണൂർ മേഖലാ പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. KSSPU ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, CGPA സംസ്ഥാന ട്രഷറർ K ശശിധരൻ, AIPRPA ജില്ലാ കമ്മിറ്റി അംഗം A ബാലകൃഷ്ണൻ, AIBDPA ജില്ലാ പ്രസിഡന്റ് K വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.